പാടില്ല സൂത്രം. പാടില്ല സൂത്രത്തോടെ സ്പോക്കൺ ഇംഗ്ലീഷ്. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ചില സന്ദർഭങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത ജോലികളെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയണം? നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തിലും ചെയ്യാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മാത്രം ചില ജോലികൾ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇതേപോലുള്ള ജോലികൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയണമെന്ന് മനസ്സിലാക്കാം. പാടില്ല സൂത്രം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാള വാക്യത്തിന്റെ അവസാനം പാടില്ല എന്ന പദം വരുമ്പോൾ അത് തന്നെ സംസാരിക്കാൻ പാടില്ല, പോകാൻ പാടില്ല, കഴിക്കാൻ പാടില്ല, ഇങ്ങനെ വരുമ്പോൾ ഷുഡ് നോട്ട് എന്ന ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കണം. ഷുഡ് നോട്ട് സമം പാടില്ല. ടോക്ക് സംസാരിക്കുക. ഷുഡ് നോട്ട് ടോക്ക് എന്നാൽ സംസാരിക്കാൻ പാടില്ല. ഇനിയും ചില ഉദാഹരണങ്ങൾ നെക്സ്റ്റ് പേജിൽ നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഞാൻ ക്ലാസ് മുറിയിൽ സംസാരിക്കാൻ പാടില്ല. ഞാൻ ക്ലാസ് മുറിയിൽ സംസാരിക്കാൻ പാടില്ല. ഞാൻ എന്നതിനെ ഒരു പദമായി ഡിവൈഡ് ചെയ്യുക. സംസാരിക്കാൻ പാടില്ല എന്നതിനെ ഒരു പദമായി ഡിവൈഡ് ചെയ്യുക. ഇതിനു മുമ്പ് സംസാരിക്കാൻ പാടില്ല എന്നാൽ എന്താണ് പറഞ്ഞത്? നമ്മൾ ഷുഡ് നോട്ട് ടോക്ക്. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ ഞാൻ എന്നാൽ ഐ, സംസാരിക്കാൻ പാടില്ല എന്നാൽ ഷുഡ് നോട്ട് ടോക്ക്, ഇൽ എന്നാൽ ഇൻ, ക്ലാസ് മുറി എന്നാൽ ദി ക്ലാസ് റൂം. അപ്പോൾ ഞാൻ ക്ലാസ് മുറിയിൽ സംസാരിക്കാൻ പാടില്ല എന്നാൽ നമ്പർ പ്രകാരം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ ഷുഡ് നോട്ട് ടോക്ക് ഇൻ ദി ക്ലാസ് റൂം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ നമ്പർ 1 നീ പോകാൻ പാടില്ല എന്നാൽ യു ഷുഡ് നോട്ട് ഗോ. നമ്പർ 2 നീ കഴിക്കാൻ പാടില്ല എന്നാൽ യു ഷുഡ് നോട്ട് ഈറ്റ്. നമ്പർ 3 നിനക്ക് കേൾക്കാൻ പാടില്ല എന്നാൽ യു ഷുഡ് നോട്ട് ഹിയർ. നമ്പർ 4 നീ പാടാൻ പാടില്ല എന്നാൽ യു ഷുഡ് നോട്ട് സിംഗ്. നമ്പർ 5 നീ സംസാരിക്കാൻ പാടില്ല എന്നാൽ യു ഷുഡ് നോട്ട് ടോക്ക്. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഏത് ജോലിയും ഷുഡ് നോട്ട് ചേർത്ത് പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഡിയർ സ്റ്റുഡൻസ്, ചെയ്യാൻ പാടില്ലാത്ത ജോലികളെ പറ്റി അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഏത് ജോലിയെയും ഷുഡ് നോട്ടിന്റെ സഹായത്തോടെ ഇംഗ്ലീഷിൽ പറയാൻ കഴിയുമെന്ന് 100% വിശ്വസിക്കുന്നു.